ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. സുജു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. സുജു, വിശദാംശങ്ങൾ. ഷമി, ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ ജയശ്രീ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഹൈക്കോടതി കേസ് പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനു പകരം കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ഹൈക്കോടതി നൽകിയത്. കാരണം ചട്ടപ്രകാരം പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം നൽകേണ്ടത്. അതിനുശേഷമാണ് ഹൈക്കോടതിയെ ജയശ്രീക്ക് സമീപിക്കാവുന്നതാണ്. ആ തരത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം. അതുകൊണ്ടാണ് ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതും അവിടെ വാദം നടന്നതും ചെയ്തത്. ഇപ്പോൾ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ്. ജയശ്രീ കേസിൽ, അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണ്ണം മോഷണം പോയ കേസിൽ 4ാം പ്രതിയാണ് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ. നമുക്കറിയാം, ഈ കേസിൽ ജയശ്രീയുടെ പങ്ക് നേരത്തെ തന്നെ SIT അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് തിരുത്തി ഈ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ളത് ചെമ്പാക്കി മാറ്റുന്ന അത്തരത്തിൽ ചില ഇടപെടലുകൾ, അതുപോലെ തന്നെ ദേവസ്വം മിനിറ്റ്സിലെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ചത് ജയശ്രീ എന്ന കണ്ടെത്തലുണ്ടെന്നാണ് പുറത്തു വരുന്ന സൂചന. അങ്ങനെ കേസിൽ നിർണായകമായ കാര്യമാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുക. ഒരു പക്ഷേ SIT ജയശ്രീയെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേസിൽ 5ഓളം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, D സുധീഷ് കുമാർ, KS ബൈജു, അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന N വാസു. ഇപ്പോൾ ഇതാ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളുമ്പോൾ ഒരുപക്ഷെ ജയശ്രീയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. എന്നാൽ ജയശ്രീക്ക് സ്വാഭാവികമായി കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അത് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ജയശ്രീ അത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ജയശ്രീ ചൂണ്ടിക്കാട്ടിയ ജാമ്യാപേക്ഷയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നാണ് ജയശ്രീ ഈ ജാമ്യാപേക്ഷയെ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം കേസിൻ്റെ ഗൗരവത്തെപ്പറ്റി ചൂണ്ടിക്കാട്ടി. ജയശ്രീക്ക് ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ വളരെ ഗൗരവമാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തുക, അത് പ്രതിക്ക് അല്ലെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പം മോഷണം നടത്തിയ പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റിയത് ജയശ്രീ എന്ന കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ജയശ്രീക്കെതിരെ കടുത്ത നടപടിയിലേക്ക് SIT പോകാൻ തന്നെയാണ് സാധ്യത. ഷമി.